ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം അൽഹംദുലില്ലാ, ഫസ്റ്റത്തെ നോമ്പ്, ഇക്കൊല്ലത്തെ ആദ്യത്തെ നോമ്പ് നല്ല രീതിയിൽ തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ നോമ്പിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് പിറ്റേന്നാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുന്നതും നോമ്പിനെ പിറ്റേന്നാണ്. അപ്പം ജോലികളൊക്കെ നോമ്പായതുകൊണ്ട് ഉച്ചത്തെ ഭക്ഷണം ആക്കാനില്ലാത്തതുകൊണ്ട് വേഗം ജോലികളെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ. വേഗം പിന്നെ കുറച്ച് മുളകും മല്ലി ഒക്കെ ഒന്ന് കഴുകി ഉണക്കാനുണ്ടായി എനിക്ക്. ഞാൻ 2-3 ദിവസത്തിൽ നിന്ന് വിചാരിച്ചത്, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ വെയിലില്ല. പിന്നെ ഒരു 12 മണിയൊക്കെ 1 മണിയൊക്കെ ആകുമ്പോൾ അവിടെ വെയിൽ വരും. അങ്ങനെ ജോലിയെല്ലാം തീർന്ന് കുളിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു കേട്ടോ. നോമ്പ് മാസത്തിൽ കുറച്ചെങ്കിലും ഖുർആൻ ഓതണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓതും. ഉച്ചക്കും ഒന്ന് വൈകുന്നേരം രാവിലെ 3 നേരം ഓതുള്ളൂ. പിന്നെ വൈകുന്നേരം മഗ്‌രിബിന് ശേഷം കുറച്ച് ഓതുള്ളൂ. അസറിൻ്റെ ശേഷം ഓതാനൊന്നും കിട്ടില്ല നേരം. അപ്പോൾ ഒരു 2-2:30 മണി വരെ ഞാനൊന്ന് ഓതിയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്കൊക്കെ എണീച്ചിട്ട് ഞങ്ങളുടെ നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ പോയിട്ട് ഒരു 2:30 മണിക്ക് പോയി കിടന്നത്. പിന്നെ ഞാനൊരു 4 മണി വരെ കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ 4 മണിക്ക് കുട്ടികൾ വന്നപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടായി. അപ്പോഴേക്കും എൻ്റെ അമ്മായിമ്മ പത്തിരിക്കുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് ഫസ്റ്റ് കസ്റ്റർഡിനൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത് കലക്കിയിട്ട് അത് തണുത്തിട്ട് ഒന്ന് കോൾഡായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ആദ്യം അതാണ് ചെയ്തത്. കസ്റ്റർഡിനൊന്ന് കലക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അതൊന്ന് കുറച്ച് കോൾഡായെങ്കിൽ ഫ്രൂട്ടെല്ലാം ഇട്ടിട്ട് തിന്നാനൊന്ന് കോൾഡ് ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാവില്ല നോമ്പ് തുറന്നിട്ട് തിന്നാൻ. അങ്ങനെ ഞാൻ കസ്റ്റർഡ് ഭർത്താവിനും മക്കൾക്കും കോൾഡ് ഉണ്ടെങ്കിൽ കുടിക്കുകയുള്ളൂ. ഒരു ജ്യൂസ് ആയെങ്കിലും കസ്റ്റർഡ് ആയെങ്കിലും അവർക്ക് കോൾഡ് ഉണ്ടാവണം. നോമ്പ് തുറന്നിട്ട് വന്ന് തന്നെ പള്ളിയിലോട്ടോ നോമ്പ് തുറക്കൽ. കുട്ടികളും ഭർത്താവെല്ലാം പള്ളിയിൽ നോമ്പ് തുറന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഓർ വരുമ്പോൾ ഞാനത് കോൾഡാക്കിയിട്ട് വെക്കണം. കോൾഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എത്ര തണുപ്പായെങ്കിലും നോമ്പ് തുറക്കാൻ കോൾഡ് വേണം. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, പത്തിരി പണിയെല്ലാം ഒരു സൈഡ് നാവുമ്പോൾ ഞാൻ മറ്റുള്ള പണികൾക്കെല്ലാം ഉറങ്ങുകയാണ് കേട്ടോ. അമ്മായിമ്മ പത്തിരി ആക്കുമ്പോൾ ഞാൻ ബാക്കിയുള്ള ജ്യൂസ് ഐറ്റമാളും പിന്നെ എണ്ണക്കടികളും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കസ്റ്റേർഡിന് ഇടാൻ വാഴക്ക ഉണ്ടായിട്ടില്ല, വാഴപ്പഴം. അപ്പോൾ ഹസ്ബൻഡ് വാഴപ്പഴം കൊണ്ടുവരാൻ പണ്ടേ. അപ്പോൾ ഹസ്ബൻഡ് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അങ്ങനെ പള്ളിത്തെ കഞ്ഞി കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഇവിടെ ഇനി റംസാൻ 30 വരെ കഞ്ഞി ഉണ്ടാവും പള്ളിയിൽ. പക്ഷേ ഇന്നത്തെ കഞ്ഞി ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അത് മുളകും പൊടി ജാസ്തി ആയിട്ടാണോന്നറിയില്ല. പക്ഷേ അയാൾക്ക് അന്താജ് കിട്ടിയിട്ടില്ലെന്നും അറിയില്ല. വായിക്ക് വെക്കാനാവുണ്ടായിട്ടില്ല, അത്രയ്ക്ക് എരിവായിരുന്നു കേട്ടോ. പിന്നെ സമോസക്ക് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ കൊണ്ടുവച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഞാൻ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ടായി കേട്ടോ സമോസക്ക്. എൻ്റെ മോള് സ്കൂളിലേക്ക് പോകുമ്പോൾ നോമ്പ് പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. പെൽച്ചക്ക് അത്തായം വയ്ക്കാൻ ഓൾ എണിച്ചിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ടായി ഓള്. നോമ്പ് പിടിപ്പിക്കാനുള്ള അന്താജൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ രാവിലെ എണിച്ചിട്ട് നാഷ്ട പരിപാടിയെല്ലാം ആക്കി കൊടുത്ത് തിന്നില്ല. പിന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ വെച്ച് കൊടുത്തു. സുസ്തായാൽ കുടിച്ചോ പറഞ്ഞിട്ട്. പക്ഷേ ഓള് വൈകുന്നേരം വരുന്ന വരെ നോമ്പ് കുടിച്ചിട്ടുണ്ടായിട്ടോ. വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. ഓൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് ഫസ്റ്റ് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായി സ്കൂളിൽ പോകുമ്പോൾ സമോസ ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സമോസ ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഇറച്ചി വേവാൻ വെച്ച് അതിന് ഒരു തുള്ളി മഞ്ഞപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് അതിനുള്ള മസാല ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് സവാള കട്ട് ചെയ്യാൻ നിന്നതാണ്. സവാളയും പിന്നെ ചിക്കനും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് സമോസ ആക്കണല്ലോ. വെജൊന്നും ഞാനിതിൽ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സവാളയും പിന്നെ ചിക്കൻ മാത്രം ചേർത്തിട്ട് ആക്കണുള്ളൂ. വെജിറ്റബിൾസ് ആയിട്ട് ഞാനിതിൽ ബട്ടാണി ഇല്ലെങ്കിൽ ആലു ഇല്ലെങ്കിൽ ക്യാബേജ് അങ്ങനത്തെ ഒക്കെ ചേർത്തിട്ട് ഞാൻ ആക്കാറുണ്ട്. ഞാൻ അപ്പം പെട്ടെന്ന് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചി വേവിച്ച ചട്ടിയിൽ ഞാൻ എണ്ണ പാർന്നിട്ട് സമോസക്കുള്ള മസാല ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആക്കാനിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും തോന്നണ്ട, അതിലെന്തോ മസാലേൻ്റെ പൊടിയാണ് ഉള്ളത് കേട്ടോ. അപ്പം സവാള ഒന്ന് നല്ലോണം വഴറ്റിയെടുത്ത് ലാസ്റ്റ് ഒന്നും പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ
ഇതിൽ ആകെപ്പാടെ ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളകും പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഞാൻ സമൂസക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ കൈ നിങ്ങളിപ്പോൾ അപ്പുറത്തെ കൈനെ നിങ്ങൾ നോക്കേണ്ടത് എൻ്റെ അമ്മായിമ്മൻ്റെ കൈയാണ് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ ഇപ്പുറത്തെ അടുപ്പിലും ഒരാൾ അപ്പുറത്തെ അടുപ്പിലും വേഗം ജോലിയെല്ലാം തീരട്ടെ വിചാരിച്ചിട്ട് ഞാൻ അമ്മായിമ്മ അപ്പുറത്ത് പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഞാൻ സമൂസൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ സമൂസത്തിൻ്റെ ഇറച്ചി ഒന്ന് തണുത്ത് കിട്ടിയപ്പോൾ ഞാനൊന്ന് കയ്യിൽ ചിക്കിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇനി ടൈം ആവുമെന്ന് വിചാരിച്ച് ഞാൻ മിക്സിന് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അത് കയ്യിലെടുക്കാൻ നിന്നാൽ കുറേ നേരമാവും. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരു കറക്കം കറക്കി പറഞ്ഞത് ഇങ്ങനെ പൊടിയായി കിട്ടും. അങ്ങനെ അത് ഞാൻ ചിക്കൻ്റെ സമൂസത്തിൻ്റെ മസാലയ്ക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സമൂസക്ക് ഞാൻ മസാല ചെയ്തിട്ടെടുത്തത് കേട്ടോ. പിന്നെ അതിനെ ഇതാക്കിയിട്ട് എടുക്കൽ ബാക്കി പണിയാണ്. അത് ഒന്ന് തണുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായി കേട്ടോ. അത് എന്താ പറയുക, ഷീറ്റിൽ ഇനി ഇടണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് തണുത്ത് വരുമ്പോഴത്തേനും വേഗം വത്തക്കൻ്റെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് വത്തക്കല ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കല്ലങ്കടി, ഞങ്ങളിവിടെ കല്ലങ്കടി എന്ന് പറയൽ വത്തക്കനെ. കല്ലങ്കടി പറഞ്ഞാൽ കന്നഡത്തിൽ നിന്നറിയാം, പക്ഷേ ഞങ്ങളിവിടെ കന്നഡ എല്ലാം മിക്സ് ആയതുകൊണ്ട് ജാസ്തി കന്നഡ യൂസ് ആക്കുന്നതുകൊണ്ട് ഞങ്ങൾ കല്ലങ്കടി എന്ന് പറയും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ കറക്കി എടുക്കുന്നത്. ചിലപ്പോൾ ഇവിടെ കറക്റ്റ് നോമ്പ് തുറക്കാൻ ഒരു അരമണിക്കൂർ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോകട്ടോ. ഞങ്ങൾക്ക് പോയ വർഷമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കറണ്ടിൻ്റെ. അപ്പോൾ ഞാൻ എന്താക്കി പെട്ടെന്ന് അരച്ച് വെച്ച് പിന്നെ അതിൻ്റെ ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ സമൂസക്ക് അത് ഫിൽ ചെയ്യാനായിട്ട് നിന്നുണ്ടായിട്ടോ. ഇത് ഫില്ല് ചെയ്യണത് കുറേ ടൈപ്പിൽ കാട്ടും, പക്ഷേ ഞാൻ എങ്ങനെ ഫിൽ ചെയ്യാൻ നിന്നാലും എൻ്റെ കൈതാ ഈ ഷേപ്പിൽ തന്നെ പോകുള്ളൂ കേട്ടോ. ഈ ഷേപ്പിൽ തന്നെ എനിക്ക് സമൂസ ആക്കാൻ പറ്റുള്ളൂ. കുറേ ആൾ കുറേ ഷേപ്പിലെല്ലാം ഉണ്ട്, ഇപ്പോൾ കുറേ ആൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ആക്കാൻ നിന്നാലും ഇങ്ങനെ തന്നെ വരുള്ളൂ. സമൂസ ഷീറ്റ് പല തരത്തിലും മടക്കിയിട്ട് ഇതാക്കാൻ ആവും, പക്ഷെ ഞാൻ ഈ ടൈപ്പിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ അതിക്ക് ഫില്ലെല്ലാം ചെയ്ത് അതിനൊന്ന് ഒട്ടിച്ചിട്ടെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേനും ഇനിയൊരു സ്ഥലത്തിൽ ഞാൻ എന്താ പറയുക, ഇതൊക്കെ പൊരിക്കണമല്ലോ, പൊരിക്കാനുള്ള എണ്ണ ചൂടാവാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അവിടെ ഫില്ലെല്ലാം നിറച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഒന്ന് പൊരിച്ചെടുക്കാമല്ലോ. ആകെപ്പാട് ഇനി അരമണിക്കൂർ ടൈമോളം ഉണ്ടായത്. അപ്പം വേഗം പൊരിച്ചെടുത്ത് പറഞ്ഞാൽ തിന്നുന്ന ടൈം ആകുമ്പോഴത്തേനും ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഞാൻ എന്താക്കി എണ്ണ ചൂടായത് തന്നെ പെട്ടെന്ന് ഞാൻ സമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ മക്കളെല്ലാം പള്ളിയിൽ നിസ്കരിച്ചിട്ടാണ് വരുന്നത്. ഞാനും അമ്മായിമ്മ മോളും 3 ആൾ മാത്രം പെരയിലുണ്ടായതുള്ളൂ. കുട്ടികൾ അവിടുന്ന് വന്ന് തന്നെ പിന്നെ ഇവിടെ ഫസ്റ്റ് ഒരു 5 നോമ്പാളും പള്ളിയിലൊന്നും ഉണ്ടാവില്ല, പിന്നൊക്കെ പള്ളിയിൽ നല്ല ഉണ്ടാവും. അപ്പം ബിരിയാണി ആയിട്ടും ഫ്രൂട്ട്സുകളായിട്ടും സമൂസ ആയിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ പള്ളിയിൽ. അപ്പം പിന്നെ അത് ഇന്ന് ഒന്നും ഉണ്ടായിട്ടില്ല, കുട്ടികൾക്ക് വീട്ടിൽ വന്നിട്ടാണ് നോമ്പ് തുറന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ ആൾക്കാർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.